അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 37. നമുക്കൊന്ന് പുറത്തു പോയാലോടാ? തന്നെ നോക്കാൻ മടിക്കുന്നവളുടെ മുഖഭാവം കണ്ട് അവളുടെ മൂഡ് മാറ്റാനായി അഗ്നി ചോദിച്ചു. ജ്വാല സംശയത്തോടെ അവനെ നോക്കി. എന്തേ, പുറത്തു പോവാൻ ഇഷ്ടല്ലേ നിനക്ക്? അവൻ ചോദിച്ചു. കൊണ്ടുപോവൂ എന്നെ? അവൾ കണ്ണുവിടർത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നെ കൊണ്ടുപോവാതെ എൻ്റെ കുഞ്ഞിനെ എവിടെ പോണ്ടേ? അവളുടെ കണ്ണിലെ തിളക്കം കണ്ട സന്തോഷത്തിൽ അഗ്നി ചോദിച്ചു. അത് അത് ക്ഷേത്രത്തില്, അല്ലാതെ എവിടെ പോവാനാ? ഞാനങ്ങനെ അധിക സ്ഥലത്തൊന്നും പോയിട്ടില്ല. സ്കൂള്, വീട്, അമ്പലം അത്രയ്ക്ക് അറിയൂ എനിക്ക്. അത്രമേൽ നേർത്തുപോയിരുന്നു അവളുടെ സ്വരം. അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി. എന്നാ നമുക്കിന്ന് ബീച്ചിൽ പോവാടാ. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോവാ, പിന്നെ ഷോപ്പിങ്ങിന് പോവാ. അങ്ങനെ അങ്ങനെ എൻ്റെ കുഞ്ഞിന് എവിടെയൊക്കെ പോണമെന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം നിന്നെ, അവൻ പ്രണയത്തോടെ പറഞ്ഞു. സത്യം? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. സത്യം, അവൻ ആർദ്രമായ സ്വരത്തിൽ അവളെ നോക്കി പറഞ്ഞു. നവാ പോവാ, എല്ലാരെയും കൂട്ടാ. അവൾക്ക് ആവേശമായി. ആരും വേണ്ട, ഞാനും എൻ്റെ കുഞ്ഞിനും മാത്രം മതി, അവൻ മറുപടി പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തേ, എൻ്റെ കൂടെ തനിച്ചു വരാൻ പേടിയുണ്ടോ? അവൻ ആ മിഴികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ഇല്ല എന്ന പോലെ തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൾ അവനെ വെറുതെ നോക്കിയതേയുള്ളൂ. എന്നാ പോയി ഡ്രസ്സ് മാറി വേഗം, എന്നിട്ട് നമുക്ക് പോവാ, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ തലകുലുക്കിക്കൊണ്ട് വാർഡ്രോബ് തുറന്ന് അവളുടെ ഒരു ധാവണി കയ്യിലെടുത്തു. കുഞ്ഞാ, അതെന്തിനാ ധാവണി? എൻ്റെ പെണ്ണെ, നമ്മൾ ബീച്ചിലാ പോണേ. മോള് വല്ല ജീൻസും ടോപ്പോ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പോ മറ്റോ എടുത്തിട്, എല്ലാം അതിലുണ്ട്, അവൻ പറഞ്ഞു. നിക്ക് വേണ്ട, ഞാനിതിട്ടോളാം, അവള് പറഞ്ഞു. അഗ്നി പുരികം ചുളിച്ച് അവളെ നോക്കി അവൾക്കടുത്തേക്ക് വന്നു നിന്നു. അതെന്താ അങ്ങനെ? നീയല്ലേ രാവിലെ പറഞ്ഞ് നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടാണെന്ന്. പിന്നെന്താ, ഞാനും നിന്നെ ആ വേഷത്തിൽ കാണാന്നോർത്ത് ആഗ്രഹത്തോടെ വന്നപ്പോ നീ ധാവണി തന്നെ. അവന്റെ മുഖം വീർത്തു. അത് പിന്നെ ടോപ്പ് കുഴപ്പമില്ല, പക്ഷെ സ്കേർട്ട് മുട്ടുവരെയുള്ളൂ, അതാ ഞാൻ, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അതിനെന്താ? അവൻ കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ ഇവിടെ ആരെങ്കിലും വഴക്കു പറഞ്ഞാലോ? കാല് കാണില്ലേ, അതുകൊണ്ടാ, അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കാലല്ലേ കാണുള്ളൂ, അതിനിപ്പോ എന്താ? എന്റെ കുഞ്ഞാ, നിന്റെ ഒരു കാര്യം ഇവിടെ ആരും ഒന്നും പറയാൻ പോണില്ല. നീ ഇതിന്ന് ഒരു ഡ്രസ്സ് എടുത്തിടാൻ നോക്ക്, അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാനിതിട്ടോളാം, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടക്കാനൊരുങ്ങി. പെട്ടെന്ന് അഗ്നി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി. അവളുടെ കയ്യിലെ ധാവണി വലിച്ചെടുത്ത് അത് വാർഡ്രോബിനകത്തേക്കിട്ടു. ജ്വാല അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന സംശയത്തിൽ അവനെ തന്നെ നോക്കി നിന്നു. അവൻ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു റെഡ് കളർ ടീഷർട്ടും ഒരു ബ്ലാക്ക് കളർ സ്കേർട്ടും ഒരു ഷോർട്ട്സും എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൾ അവനെ സംശയത്തോടെ നോക്കി. ഇതിട്ടോ, അവൻ പറഞ്ഞു. നിക്ക് വേണ്ട, ഞാനിത് പിന്നെ ഇട്ടോളാം, ഇപ്പൊ എനിക്ക്, അവൾ വിക്കി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സെല്ലാം വലിച്ചെടുത്ത് അവന്റെ തോളിലേക്ക് ഇട്ടു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. പക്ഷെ അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അഗ്നി അപ്പോഴേക്കും അവളുടെ ധാവണിയുടെ പിൻ തോളിൽ നിന്നും അഴിച്ചെടുത്ത് അവളിൽ നിന്നും ധാവണി അടർത്തി മാറ്റി. ജ്വാല ഞെട്ടലോടെ അവനെ നോക്കി. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ബ്ലൗസിൽ പിടുത്തമിട്ടു. ജ്വാല പകച്ചുകൊണ്ട് ബോധം വന്നതുപോലെ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യാൻ പോവാ? അവള് പേടിയോടെയും വിറയലോടെയും കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. എൻ്റെ കണ്ണിലേക്ക് നോക്കടാ കുഞ്ഞാ, അവളുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുമാ വിധം ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞു. ജ്വാല അറിയാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അഗ്നിയും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി, അത്രമേൽ പ്രണയത്തോടെ. അവളുടെ കൈകൾ അവന്റെ കയ്യിൽ നിന്നും അകന്നു. അഗ്നി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അപ്പോഴും ഇരുവരുടെയും നോട്ടം കണ്ണുകളിൽ തന്നെ ആയിരുന്നു. അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ ബ്ലൗസിൽ കൈവച്ചു. ജ്വാലയുടെ കണ്ണുകൾ പിടച്ചു. ഏയ്, ടെൻഷൻ ആവല്ലേ, ഞാനല്ലേ. അവളുടെ ബ്ലൗസിൽ വെച്ചവന്റെ കൈകളും വിറയൽ പൂണ്ടെങ്കിലും അഗ്നി പതിയെ പറഞ്ഞു. ജ്വാല ഉമിനീരിറക്കി അവനെ നോക്കി. അഗ്നി അവളുടെ ബ്ലൗസിന്റെ ആദ്യത്തെ ഹുക്കഴിച്ചു. ജ്വാല ഏങ്ങിപ്പോയി. അവന്റെ വിരലുകൾ അവിടെ എവിടെയോ തട്ടിപ്പോവുന്നുണ്ട്. അവനെ തള്ളിമാറ്റാൻ അവളുടെ മനസ്സ് അവളോട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ തടയരുതെന്ന പോലെ കൈകൾ അനങ്ങുന്നില്ല. അഗ്നിയുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഉമിനീർ താഴേക്ക് ഇറങ്ങുന്നത് ജ്വാല കണ്ടു. ഒപ്പം അവന്റെ കൈകൾ ബ്ലൗസിന്റെ അടുത്ത ഹുക്കിൽ കൈവച്ചതും ജ്വാല കണ്ണുകൾ ഇറുകെ പൂട്ടി. പക്ഷെ അഗ്നിയുടെ നോട്ടം മുഴുവൻ ആ പെണ്ണിന്റെ മുഖത്ത് മാത്രമായിരുന്നു. അവളുടെ ശരീരത്തിലേക്ക് അവൻ നോക്കുന്നില്ല. അവളുടെ വിയർപ്പ് പൊടിഞ്ഞ മുഖത്തേക്ക് നോക്കുന്നവന്റെ ശ്വാസം കനക്കുന്നുണ്ട്.
അവളെ നോക്കാനും കൈവിരലുകൾ അറിയാതെയാണെങ്കിലും തട്ടിപ്പോകുന്നിടത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ കൈയമർത്താനും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവൻ പെട്ടെന്ന് ശ്വാസമൊന്ന് ആഞ്ഞെടുത്തുകൊണ്ട് അവളിൽ നിന്നും ബ്ലൗസ് മുഴുവനായി അഴിച്ചുമാറ്റി. ജ്വാല അറിഞ്ഞു അത്. അവളുടെ മേനി വിറച്ചു. നിനക്കിഷ്ടല്ലാത്ത ആളല്ലേ ജ്വാല, അയാളെ തള്ളി മാറ്റിക്കൂടെ? ജ്വാലയുടെ മനസ്സ് പിന്നെയും ചോദിക്കുന്നു. ഒരു ഉത്തരം പോലും അവൾക്ക് കിട്ടുന്നില്ല. കണ്ണുകൾ ഒന്നുകൂടി മുറുകെ പൂട്ടുകയാണ് ചെയ്തത്. അഗ്നി പതിയെ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. അവള് മൂളിക്കൊണ്ട് പതിയെ കണ്ണുകൾ തുറന്ന് അവനെ ചുവന്ന മുഖത്തോടെ നോക്കി. അതെ, അവൾക്ക് ഇഷ്ടമല്ലാത്തവനാണെന്ന് ജ്വാല സ്വയം പറയുന്നവന്റെ ഓരോ നീക്കത്തിലും അവള് ചുവക്കുന്നു, വിറയ്ക്കുന്നു. അങ്ങനെ എന്തെല്ലാമോ ഇന്നോളമില്ലാത്ത ഓരോ വികാരങ്ങൾ. അഗ്നി അവളുടെ പൂച്ച കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവന്റെ തോളിൽ നിന്നും അവളുടെ ടോപ്പെടുത്ത് അവൾക്ക് തലവഴി ഇട്ടുകൊടുത്തു. ജ്വാല അവനെ എതിർക്കാതെ അനുസരിച്ചു നിന്നു. അവൻ അവളുടെ കൈകൾ ഉയർത്തി ഡ്രസ്സ് നേരെ താഴ്ത്തി ഇട്ടുകൊടുത്തതും ജ്വാല അഗ്നിയെ ഇമവെട്ടാതെ നോക്കി. പക്ഷെ പെട്ടെന്ന് നഗ്നമായ വയറിലൂടെ അറിഞ്ഞ അവന്റെ കൈയുടെ ചൂട്. ജ്വാല വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കുമ്പോഴേക്കും അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അഗ്നി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളിലെ സ്കേർട്ടിന്റെ കെട്ടഴിച്ചു. ജ്വാല ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കിപ്പോയി. അങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവന്റെ നോട്ടം അപ്പോഴും അവളുടെ പൂച്ചക്കണ്ണുകളിലാണ്. അഗ്നി അവളുടെ സ്കേർട്ടിൽ നിന്നും പിടിവിട്ടതും അവളുടെ ധാവണിയുടെ സ്കേർട്ട് താഴേക്ക് അഴിഞ്ഞു വീണു. ഒപ്പം അണ്ടർസ്കേർട്ടും. താനിപ്പോൾ അവന് മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കവേ അവൾക്ക് തന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. കണ്ണുകൾ നിറയുന്നു. ജ്വാല അവനെ തടയാനാകാത്ത വിധം അഗ്നി അവളെ അവന്റെ കണ്ണുകളിൽ തളച്ചിട്ടിരുന്നു. ആ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ ഹൃദയത്തിലേക്ക് അവള് പോലും അറിയാതെ സ്ഥാനം പിടിച്ചതുപോലെ ആ ഒരുവന്റെ പുഞ്ചിരിയും ആ മുഖവും അവൾ നിറയുന്ന കണ്ണിലും നോക്കി നിന്നു. അഗ്നി അവളുടെ തലവഴി തന്നെ അവൾക്ക് സ്കേർട്ട് ഇട്ടുകൊടുത്തു. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ നിന്നും അയഞ്ഞു. ഒരേങ്ങലോടെ ജ്വാല കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി. അവന്റെ മുഖം ആകെ വിയർത്തു കുളിച്ചതുപോലെ ആയിട്ടുണ്ട്. കാര്യം അവളെ ഒന്ന് കളിപ്പിക്കാൻ അവളുടെ ധാവണിയിൽ കൈവച്ചതായിരുന്നു അവൻ. പക്ഷെ അവളുടെ എതിർപ്പില്ലായ്മ, ആ നോട്ടം, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും സംഭവിച്ചത്. അഗ്നി പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ജ്വാല കണ്ണുകൾ കൂമ്പി അടച്ചു തുറന്നു. സങ്കടായോ എന്റെ കുഞ്ഞിന്? അവൻ അവളുടെ തലമുടിയിലൂടെ ഒന്ന് തഴുകി. അവൾ കലങ്ങിയ കണ്ണോടെ മൂളി. സങ്കടമൊന്നും വേണ്ട അഗ്നിയേട്ടൻ, ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇനി അതോർത്ത് കരയല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിലോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ, അല്ലാതെ ഞാൻ എങ്ങോട്ടേലും നോക്കിയോ? നീ കണ്ടതല്ലേ എന്നെ? അവൻ ആർദ്രമായി ചോദിച്ചു. അവൻ പറഞ്ഞത് അത്രയും സമ്മതിച്ചതുപോലെ തല കുലുക്കി. അവൻ അവളുടെ നിറകണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ഷോർട്സ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ എന്തായെന്ന പോലെ അവനെ നോക്കി. എന്തേ, ഇതും നിന്റെ അരവേട്ടനേട്ടൻ ഇട്ട് തരണോ നിനക്ക്? അവനിൽ കുറുമ്പ്. ജ്വാല വെപ്രാളത്തോടെ പെട്ടെന്ന് വേണ്ട എന്ന് തലയാട്ടി. എന്നാ വേഗം എടുത്തിട്, ഞാൻ നോക്കില്ല. അവൻ ചിരിയോടെ പറയുന്നതിനോടൊപ്പം അവളിൽ നിന്നും തിരിഞ്ഞു നിന്നു. അവള് വേഗം ഷോർട്സ് എടുത്തിട്ട് തലതാഴ്ത്തി നിന്നു. കഴിഞ്ഞോ കുഞ്ഞാ? അവൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. അവൾ മൂളി. ഞാൻ തിരിഞ്ഞോട്ടെ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ വീണ്ടും മൂളി. അഗ്നി അവളെ തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ തിളങ്ങി. റെഡ് കളർ ടീഷർട്ടിലും ബ്ലാക്ക് കളർ സ്കേർട്ടിലും അവൾ ഒന്നുകൂടി സുന്ദരിയായതുപോലെ അവന് തോന്നി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ് പെണ്ണ്. അഗ്നി പുഞ്ചിരിയോടെ അവളുടെ തോളിലൂടെ കൈയിട്ടു. ജ്വാല ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി. വാ, അവൻ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ മിററിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ജ്വാലയുടെ നോട്ടം അപ്പോഴും അവന്റെ കണ്ണുകളിലായിരുന്നു. അവന്റെ കണ്ണുകളിൽ എന്താണ് ഭാവമെന്നാണ് അവൾക്ക് അറിയേണ്ടിയിരുന്നത്. എന്തേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന പോലെ മൂളി. എന്നെൻ്റെ കുഞ്ഞ് ഒന്ന് മിററിലേക്ക് നോക്ക്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മിററിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. സ്വയം അവൾക്ക് തന്നെ അവളെ ഒരുപാട് ഇഷ്ടമായതുപോലെ. അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അഗ്നി ആ ചിരിയിലേക്ക് തന്നെ പ്രണയത്തോടെ ഉറ്റുനോക്കിക്കൊണ്ട് അവളെ പുറകിൽ നിന്നും വയറിലൂടെ പുണർന്ന് അവളുടെ തോളിലേക്ക് താടികുത്തി നിന്നു. ജ്വാല മിററിലൂടെ അവനെ വിറയലോടെ നോക്കി. എൻ്റെ കുഞ്ഞൻ എന്തൊരു സുന്ദരിയാടാ. നിന്റെ അഗ്നിയേട്ടൻ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ ഭംഗിയിൽ വീണ് പോണുണ്ട് കേട്ടോ. എന്തൊരു ക്യൂട്ടാ നീ ഡ്രസ്സിലെന്നറിയോ? ഒരു ബാർബി ഡോളിനെ പോലെയുണ്ട്. അവൻ മിററിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞു തന്നെയാ. അവൻ അങ്ങനെ തോന്നി. അവൻ പറഞ്ഞതിനൊന്നും ജ്വാല മറുപടി പറഞ്ഞില്ല. അഗ്നി അവളെ തിരിച്ചു നിർത്തി. ജ്വാലയ്ക്ക് അവനെ നോക്കാൻ എന്തോ വല്ലായ്മ തോന്നി. ഇത്രയും നേരം തന്നെ എന്തൊക്കെയാ ചെയ്തേ? ഓർക്കുമ്പോൾ തന്നെ ശരീരമാകെ വിറച്ചു പോകുന്നു. കവിളികളിൽ ചുവപ്പ് പടരുന്നു. അഗ്നി അവളുടെ താടിയിൽ പിടിച്ച് ആ കുഞ്ഞുമുഖം ഉയർത്തി. അവളുടെ കണ്ണുകളിൽ എന്തിനോ ഒരു പിടപ്പ്. കുഞ്ഞാ, അവൻ നേർത്ത സ്വരത്തിൽ വിളിച്ചു. അവൾ മൂളി. എന്തു പറ്റി എൻ്റെ പൂച്ചക്കുട്ടിക്ക്? എന്നോട് ദേഷ്യമായോടാ?
അവനിൽ വാത്സല്യമാണ്. അവള് പെട്ടെന്ന് ഇല്ല എന്ന പോലെ തലയാട്ടി. ദേഷ്യമൊന്നും തോന്നല്ലടാ വാവേ, സത്യമായിട്ടും ഞാൻ നിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ടില്ല, അവൻ ദയനീയമായി പറഞ്ഞു. ജ്വാല അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആദ്യമായി അവനു വേണ്ടി തന്നെ നൽകുന്ന പുഞ്ചിരി. അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. പെട്ടെന്നുള്ള തോന്നലിൽ അവൾ അങ്ങനെ തന്റെ ദേഹത്തേക്ക് അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ ഇരു കവിളിലും അമർത്തി ചുംബിച്ചു അവൻ. ജ്വാല പിടച്ചിലോടെ അവനെ ചുറ്റിപ്പിടിച്ചു. ആ വലിയ ദേഹം ചുറ്റിപ്പിടിക്കാൻ ആ കുഞ്ഞിപ്പെണ്ണിന് സാധിക്കാഞ്ഞിട്ടും അവനെ പറ്റും പോലെ ചുറ്റിപ്പിടിച്ചവൾ. ഞാനോർത്തു നിനക്കെന്നോട് ദേഷ്യമായി കാണൂന്ന്. ഞാൻ നിന്റെ ഡ്രസ്സ് അഴിച്ചതിന് നീ എന്നെ തല്ലുന്നു വരെ ഞാൻ ചിന്തിച്ചുപോയി, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഞാൻ തല്ലൂലോ, ഇനി ഇങ്ങനെ ചെയ്താ ഞാൻ തല്ലും, അവൾ ചുണ്ടുകൂർപ്പിച്ചു. അഗ്നിക്ക് ചിരി വന്നു. അയ്യടി, നീ കുറെ തല്ലും, ഞാൻ ഇനിയും നിനക്ക് ഡ്രസ്സ് ഇട്ട് തരും. നല്ല രസാട്ടോ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നീ നിന്ന് തരുമ്പോ എനിക്കുണ്ടല്ലോ നിന്നോടുള്ള സ്നേഹം ഒന്നുകൂടെ കൂടിപ്പോയി, അവൻ പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് താഴ്ന്നു വന്ന അവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിൽ പല്ലുകൾ അഴ്ത്തി. അവൾ എരിവ് വലിച്ചു. നൊന്തോ? അവൻ അവിടെ ചുണ്ടമർത്തിക്കൊണ്ടാണ് അത് ചോദിച്ചത്. ജ്വാലയ്ക്ക് ദേഹമാകെ കോരി തെറിച്ചുപോയി. തുടരും.